കുമാരനാശാൻ നാരായണ ഗുരുവിനെ അനുസരിക്കുന്ന മത ആശയങ്ങളുടെ കൂടെയാണ് കുമാരനാശാൻ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കവിതകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കടന്നു പോയിട്ടുള്ള പല ആളുകൾക്കും തോന്നിയിട്ടുള്ള ഒരു സംശയം എന്ന് പറയുന്നത് അദ്ദേഹം ബുദ്ധിസ്റ്റാണ് എന്നുള്ളതാണ്. ഇപ്പോൾ കുമാരനാശാൻ്റെ ഏത് കാവ്യമെടുത്ത് പരിശോധിച്ചാലും അവയെല്ലാം കാണാവുന്ന ബുദ്ധമതത്തിനോടുള്ള ബുദ്ധ ദർശനത്തിനോടുള്ള ആഭിമുഖ്യം. പിന്നെ അക്കാലത്ത് കവികൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന പുരാണങ്ങളോട് ഉള്ള ആഭിമുഖ്യം ഇല്ലാത്ത, ഇപ്പോൾ മഹാഭാരതത്തിന് സന്ദർഭം ഉപയോഗിക്കാത്ത, എന്തുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ചില്ല? ആകെ ഉപയോഗിച്ചൊരു ഇതിവൃത്തം എന്ന് പറയുന്നത്, പുരാണ ഇതിവൃത്തം എന്ന് പറയുന്നത് രാമായണമാണ്. രാമായണം എടുത്തു തന്നെ എന്തിനു വേണ്ടിയാണ്? വിമർശിക്കുന്നതിന് വേണ്ടിയാണ്. വാൽമീകി രാമായണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിമർശനം, സ്ത്രീപക്ഷ വിമർശനം എന്ന് അതിനെ വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ അതിലെ ആശയങ്ങൾ വ്യാഖ്യാനിച്ചവരുണ്ട്. വർണ്ണധർമ്മത്തിനെതിരായിട്ടുള്ള ആശാന്റെ പൊട്ടിത്തെറിയാണ് എന്ന് അതിനെ പറഞ്ഞവരുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതിനിടയ്ക്കും ഈ പുരാണമായിട്ടുള്ള രാമായണത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എത്തുന്ന സമയത്ത് നാം കാണുന്നത് ബുദ്ധമതത്തിനുള്ള ബുദ്ധദർശനത്തിനോടുള്ള ആഭിമുഖ്യം ആ കവിതയിലേക്കും കലരുന്നതാണ്. എരിയുന്ന മഹാവനങ്ങൾക്കരികിൽ ശാന്തികരമായിട്ടുള്ള തപോവനം എന്ന് പറയുന്ന ആശാന്റെ ഒരു പ്രയോഗം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചുട്ടുപൊള്ളുന്ന ജീവിതം നൽകിയ ഒരു ബ്രാഹ്മണ ധർമ്മത്തിൻ്റെ ആ പൊള്ളലിൽ നിന്നുകൊണ്ടാണ് അതിനിടയ്ക്കിലുള്ള ശാന്തികരം തപോവനം, ആ തപോവനം എന്ന് പറയുന്നത് ഒരു ബുദ്ധാശ്രമം തന്നെയാണ് യഥാർത്ഥത്തിൽ. ആ രീതിയിലേക്ക് വളരെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിലേക്ക്, പ്രശാന്തിയുടെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചുകൊണ്ടാണ് തൻ്റെ ബുദ്ധമത ആഭിമുഖ്യം ഈ രാമായണ കാവ്യത്തിൽ പോലും കുമാരനാശാൻ പ്രകടിപ്പിക്കുന്നു. ഹൈന്ദവമായ രീതി അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയാവുന്ന രണ്ട് കൃതികൾ ചിന്താവിഷ്ടയായ സ്ഥിതി, പിന്നെ ദുരവസ്ഥയുമാണ്. ദുരവസ്ഥ ഹൈന്ദവ പരിസരമാണ് എന്ന് പറഞ്ഞാൽ പോലും ഏറ്റവും വലിയ വിമർശനം എന്ന് പറയുന്നത് ഹിന്ദു ധർമ്മത്തിനകത്തെ ചാതുർവർണ്ണ വ്യവസ്ഥയാണ്. ജാതിയാണ് അതിലെ ഏറ്റവും വലിയ വിമർശന കേന്ദ്രം എന്ന് പറയുന്നത്. ഈ ജാതി എന്ന് പറയുന്ന വിമർശന കേന്ദ്രം കുമാരനാശാനെ ഗുരു എന്നതിനേക്കാൾ യഥാർത്ഥത്തിൽ ജാതിയെക്കുറിച്ചുള്ള എല്ലാ വിമർശന വേളയിലും സ്വാധീനിച്ചിട്ടുള്ള ബുദ്ധൻ്റെ ജാതിഭേദ ഖണ്ഡനമാണ്. ബുദ്ധൻ്റെ ത്രിപിടകങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതായ സുത്തപിടകത്തിലും അഭിധമ്മ പിടകത്തിലും വരുന്ന ജാതിഭേദ ഖണ്ഡനങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ജാതി ലക്ഷണത്തിലും ജാതി നിർണയത്തിലും അദ്ദേഹം ഉപയോഗിക്കുന്ന ചില സങ്കല്പങ്ങൾ നമുക്ക് ബുദ്ധൻ്റെ ഈ ജാതിഭേദ ഖണ്ഡനത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ദുരവസ്ഥ നാം മനസ്സിലാക്കിയിടത്തോളം അതിലത്തരത്തിലൊരു പിന്നെ സ്വാധീനത്തോടു കൂടിയിട്ട് ആരും അതിനെക്കുറിച്ച് പറയുന്നില്ല. അതെല്ലാം ഇന്ത്യയിലെ ജാതിക്കെതിരായിട്ടുള്ള, വർണ്ണാശ്രമ ധർമ്മത്തിനെതിരായിട്ടുള്ള കെട്ടുപോയ നമ്പൂതിരി മതത്തിനെതിരായിട്ടൊരു ആക്രമണം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഉയർന്ന ജാതിയിലെയും താഴ്ന്ന ജാതിയിലെയും സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള സംയോജനം തുടങ്ങിയ വ്യത്യസ്തങ്ങളായുള്ള സങ്കല്പങ്ങൾക്കകത്ത് വെച്ചുകൊണ്ടാണ് അതിൻ്റെ വ്യാഖ്യാനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. നാരായണ ഗുരുവിനെ സ്വാധീനിച്ച നാരായണ ഗുരുവിൻ്റെ ജാതിയെക്കുറിച്ച്, ജാതിയുടെ ലക്ഷണം പറയുന്ന സമയത്ത് ഗുരു ഉപയോഗിക്കുന്ന ആശയങ്ങളുമായിട്ട് ഇതിനുള്ള ഒരു സാധർമ്യം നമ്മൾ ശ്രദ്ധിക്കണം. പുണർന്ന് പെറുന്നതെല്ലാം ഒരു ജാതി. ഇത് ഗുരുവിനേക്കാൾ മുൻപ് വളരെ ശാസ്ത്രീയമായി ഇത് ബുദ്ധൻ അവതരിപ്പിച്ചത് വളരെ നന്നായി പഠിച്ചിട്ടുള്ള, പ്രത്യേകിച്ച് ആശാന്റെ കൽക്കത്ത വാസം, ബുദ്ധമതം കുമാരനാശൻ കേരളത്തിൽ ഇപ്പോൾ സഹോദരൻ അയ്യപ്പനെ പോലെയോ മിതവാദിയെ പോലെയൊക്കെ ബുദ്ധമതം മനസ്സിലാക്കിയ പുസ്തകങ്ങളിലൂടെ ഈ കേരളത്തിൽ നിന്ന് മനസ്സിലാക്കിയതെല്ലാം ബുദ്ധ സന്യാസിമാരുമായിട്ടുള്ള സഹവാസം, അവരുമായിട്ടുള്ള പരിചയം, ബംഗാളിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഒരു സ്വത്ത് എന്ന് പറയാവുന്നത് ബുദ്ധമത പരിചയമാണ്. ഈ പരിചയം വെച്ചുകൊണ്ടാണ് ഈ ജാതിഭേദ ഖണ്ഡനം എന്ന് പറയുന്ന ബുദ്ധമത ആശയം
ഈ രണ്ട് കൃതികളിൽ ഹൈന്ദവം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഹൈന്ദവ ആദർശങ്ങളുമായിട്ട് ബന്ധമുള്ള ഈ കൃതിയിൽ കുമാരനാശൻ ഉപയോഗിച്ചിട്ടുള്ളത്. കൃത്യമായിട്ട് ബുദ്ധമതമാണ് എന്ന് നമ്മൾ നിരൂപണങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് പുസ്തകങ്ങളാണ് ചണ്ഡാല ഭിക്ഷുകിയും കരുണയും. ഇപ്പം ചണ്ഡാല ഭിക്ഷുകി എന്ന് പറയുന്ന കൃതിയിൽ കൃത്യമായി ബുദ്ധൻ തന്നെ പ്രത്യക്ഷപ്പെടും. അതുപോലെ ചണ്ഡാലിയിൽ ബ്രാഹ്മണന് സന്തതി ജനിക്കുമല്ലോ എന്ന് ബുദ്ധൻ തന്നെ പറയുന്നു. ചണ്ഡാല ഭിക്ഷുകി എന്ന് പറയുന്ന കൃതിയുടെ ബുദ്ധമത ബന്ധത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. നളിനി ലീല എന്ന് പറയുന്ന രണ്ട് കാവ്യങ്ങൾ എടുക്കും. നളിനി ലീലയും പ്രണയകാവ്യങ്ങളാണ്. നളിനിയും യഥാർത്ഥത്തിൽ അതിലും ബുദ്ധദർശന സ്വാധീനം വളരെ വ്യക്തമാണ് എന്ന് ബുദ്ധദർശനത്തിൻ്റെ കണ്ണാടിയുമായി അതിലൂടെ സഞ്ചരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉദാഹരണത്തിൽ അതിൽ ഉമാ മഹേശ്വരന്മാർ എന്നുള്ളൊരു പ്രയോഗം അത് മുണ്ടശ്ശേരിയുടെ കാലം മുതൽ പ്രയോഗിച്ചു വരുന്ന ഒന്നാണ് ഉമാ മഹേശ്വരന്മാർ. അപ്പോൾ ഉമാ മഹേശ്വരന്മാർ പിന്നെ ഹൈമോദ ഭൂവ് എന്നൊക്കെ പറഞ്ഞതോടുകൂടി അതിലൊരു ഹൈന്ദവ ബന്ധം പറയുന്നുണ്ടെങ്കിലും ഇതിൽ ദിവാര യഥാർത്ഥത്തിൽ ബുദ്ധഭിക്ഷുവാണ്, സന്യാസിനിയാണ്. അതേസമയം ഭിക്ഷുണിയാകാൻ കാത്തു നിൽക്കുന്ന ഒരു വ്യക്തിത്വം നളിനിയിൽ യഥാർത്ഥത്തിലുണ്ട്. കർമ്മഗതി, കർമ്മപാശഗതി തുടങ്ങിയ പ്രയോഗങ്ങൾ നളിനിയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്ന പല ആളുകളും അത് വിചാരിച്ചിട്ടുള്ളത് അത് ഹൈന്ദവ ധർമ്മമാണ്. ഹൈന്ദവ ധർമ്മമല്ല. ഹൈന്ദവ ധർമ്മത്തിലേക്ക് ആഗിരണം ചെയ്ത ബുദ്ധദർശനമാണ് യഥാർത്ഥത്തിൽ. പരോപകാരത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പുറപ്പെടുന്ന ഒരു ദിവാകരനെയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പുറപ്പെടുന്ന ഒരു ദിവാകരന് ഹിന്ദു ധർമ്മത്തിലില്ല. മോക്ഷം കിട്ടിയ ഒരാൾ പിന്നീട് ഒരു കാര്യത്തിനും പോകുന്നില്ല. മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാൾ അതിനുമായി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. പക്ഷെ നിർവ്വാണം കിട്ടുന്ന ഒരാൾ പിന്നീട് ബുദ്ധദർശനപ്രകാരം നിർവ്വാണം വന്ന ഒരാൾ പിന്നീടാണ് സാമൂഹ്യമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പോകുന്നത്. സന്യാസം ലഭിച്ച ഒരാൾ മോക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുക മാത്രമേ ഹിന്ദു ധർമ്മത്തിൽ ചെയ്യുന്നുള്ളൂ. മറിച്ച് ബോധിസത്വനാവുക അല്ലെങ്കിൽ ആർഹതനാവുക എന്ന് പറയുന്നൊരു പ്രയോഗം ബുദ്ധദർശനത്തിലുണ്ട്. ഈ ആർഹത പദം അല്ലെങ്കിൽ ബോധിസത്വനാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിർവ്വാണപ്രാപ്തിക്ക് ശേഷമുള്ള ജീവിതമാണ്. ആ നിർവ്വാണപ്രാപ്തിക്ക് ശേഷം ജീവിക്കാൻ വിധിക്കപ്പെട്ട ഒരാളാണ് യഥാർത്ഥത്തിൽ. അതിൽ കുമാരനാശൻ ദിവാകരൻ്റെ അവസാന ഭാവം പറയുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. എന്താ ഈ നിർവ്വാണം? ഈ നിർവ്വാണം എന്ന് പറയുന്ന പ്രയോഗം, ഈ ബുദ്ധദർശനത്തിൻ്റെ പ്രയോഗത്തിൻ്റെ അർത്ഥം വാണ എന്ന് പറഞ്ഞാൽ പാലി വാക്കാണ് നിർവ്വാണം. വാണ എന്ന് പറഞ്ഞാൽ തൃഷ്ണ എന്നാണ് അർത്ഥം. നിർവ്വാണം എന്ന് പറഞ്ഞാൽ തൃഷ്ണ ഇല്ലാതായത്, തൃഷ്ണ ഇല്ലാതായ ഒരാൾ. അങ്ങനെ തൃഷ്ണകളെല്ലാം അതിജീവിച്ച് നളിനിയുടെ വിട പറയലിന് ശേഷം ലോകസേവയ്ക്കായി വരിക. ഇതേ സംഭവം തന്നെയാണ് കരുണയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ലോകസേവയ്ക്ക് പോകുന്ന ഇവരൊക്കെ ബോധിസത്വന്മാരാണ്. ഹിന്ദു ധർമ്മപ്രകാരം പറയുന്ന സന്യാസിമാരോ യോഗികളോ അല്ല എന്നുള്ളതാണ് കഥ. ഇത് തന്നെയാണ് ഇപ്പോൾ വീണപൂവ്, പ്രരോധനം, രണ്ട് കൃതികൾ. വീണപൂവിൻ്റെയും പ്രരോധനത്തിൻ്റെയും രണ്ടും വേണമെങ്കിൽ ചരമകാവ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ദ്വന്ദ്വം ഉണ്ടാക്കാമല്ലോ. ഇതിലുടനീളം പരിശോധിച്ചാൽ ഉൽപ്പന്നമായത് മരിക്കും. അത് ക്ഷണികവാദമാണ്. ബുദ്ധദർശനത്തിലെ ക്ഷണികവാദമാണ്. ഹിന്ദുധർമ്മത്തിലെ മായാവാദമായിട്ട് നമ്മൾ ആളുകൾ അവതരിപ്പിക്കാറില്ല. യഥാർത്ഥത്തിൽ അത് ക്ഷണികവാദമാണ്. ഹിന്ദു ധർമ്മത്തിൽ ഉപയോഗിക്കുന്ന അദ്വൈതത്തിൽ ബ്രഹ്മസത്യം ജഗത് മിഥ്യ, അവിടെ മിഥ്യയാണ് ജഗത്ത് എന്ന് പറയുന്നത്. പക്ഷെ ബുദ്ധദർശനത്തിൽ ജഗത്ത് സത്യമാണ്. ഗുരു ആത്മോപദേശത്തിൽ പറയും സകലവും ഉള്ളത് തന്നെ സത്യമാണ്, യാഥാർത്ഥ്യമാണ്, പക്ഷേ ക്ഷണികമാണ്. ഇതാണ് ദർശനത്തിലേക്ക്, ബുദ്ധ ദർശനത്തിലേക്ക് വരുമ്പോഴുള്ള വ്യത്യാസം. പ്രചോദനമായ രീതിയിൽ ഞാൻ പരിശോധിച്ച് നോക്കിയിട്ടില്ല. ബുദ്ധൻ്റെ അനിത്യവാദം, ക്ഷണികതയെക്കുറിച്ചുള്ള ആശയം, ജാതി ഖണ്ഡനം, അതുപോലെ ബ്രഹ്മവിഹാര സങ്കല്പം ഒരു ദർശനമുണ്ട്. ബ്രഹ്മവിഹാര, അതുപോലെ നിസീമ നിലയെന്നും അതിനെക്കുറിച്ച് പറയും.
വിഹാരം എന്ന വാക്ക് ബുദ്ധ ദർശനത്തിൽ ഉപയോഗിക്കുന്ന വിഹാരം എന്ന വാക്ക് വിചാരം എന്ന വാക്കാണ് ഈ വിഹാരം എന്ന് പറയുന്നത്. ബ്രഹ്മം എന്ന വാക്ക് ബ്രഹ്മ വിഹാരത്തിലെ ബ്രഹ്മ എന്ന വാക്ക് ബുദ്ധ ദർശനത്തിൽ ഉപയോഗിക്കുന്ന മഹത്തായ. അപ്പം മഹത്തായ വിചാരം എന്ന് പറയുന്ന ഒന്നാണ് ബ്രഹ്മവിഹാരങ്ങൾ. ഏറ്റവും ബുദ്ധമതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഈ ബ്രഹ്മവിഹാരങ്ങളിൽ പറയുന്ന മൈത്രി, കരുണ, മുദിത, ഉപേക്ഷ. ഉപേക്ഷ എന്ന് പറയുന്നത് പ്രശാന്തി. ഈ 4 പ്രധാനപ്പെട്ട മൂല്യങ്ങളെയാണ് ബ്രഹ്മവിഹാര സങ്കല്പം. ഈ ബ്രഹ്മവിഹാര സങ്കല്പമാണ് ഈ കരുണയും സ്നേഹവും എല്ലാം എങ്ങനെ കുമാരനാശാൻ്റെ കൃതികളിൽ ഉണ്ട് എന്ന് പരിശോധിച്ച് നോക്കിയാൽ തന്നെ കുമാരനാശാൻ്റെ കൃതികൾ വെച്ചുകൊണ്ട് കുമാരനാശാൻ ഏറ്റവും വലിയ ബുദ്ധദർശനത്തിൻ്റെ ആളായിരുന്നു നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ആശാൻ ബുദ്ധിസ്റ്റാണോ? എന്നാൽ ആശാൻ്റെ മതമീമാംസ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാശയം ഞാൻ അവതരിപ്പിക്കുന്നത്, ആശാൻ ബുദ്ധിസ്റ്റാണോ? ബുദ്ധിസ്റ്റാണ് കുമാരനാശാനെങ്കിൽ കുമാരനാശാൻ എന്ത് ചെയ്യുമായിരുന്നു? അതിനെ പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. പക്ഷെ കുമാരനാശാൻ SNDPയുടെ അധ്യക്ഷനായി നടത്തിയ വളരെ പ്രശസ്തമായ ഒരു പ്രസംഗമുണ്ട്. 1923 അദ്ദേഹത്തിൻ്റെ അവസാന കാലമാണ് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ഇതിന് ശേഷം കുമാരനാശാൻ ബുദ്ധിപ്പോൾ നമ്മുടെ കേസരി ബാലകൃഷ്ണ പിള്ളയുടെ അഭിപ്രായമുണ്ട്. കേസരി പറഞ്ഞത് കുമാരനാശാൻ കുറച്ചു കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ കുമാരനാശാൻ ബുദ്ധിസ്റ്റായി പോകുമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭാഷണം കേസരിയുടേതുണ്ട്. പക്ഷേ കുമാരനാശാൻ അവസാന കാലം വരെ ചിന്തയുണ്ടായിട്ടില്ല. ഈ കൃതികളിൽ കാണുന്ന, അതായത് മതത്തിൻ്റെ ആത്മീയ ഗുണം, മതത്തിന് വേണ്ടതായ ആഭ്യന്തര ഗുണം എന്ന് പറയുന്നത് ബുദ്ധമതത്തിൻ്റെ സദാചാര നിഷ്ഠയും കുമാരനാശൻ ഊന്നി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മതത്തിന് ലൗകികമായിട്ടും ആഭ്യന്തരമായിട്ടും ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടും, ശ്രീനാരായണ ഗുരുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മതത്തിന് ബാഹ്യമായിട്ടും ആഭ്യന്തരമായിട്ടും 2 രൂപങ്ങളുണ്ട്. മതത്തിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ആഭ്യന്തരമായിട്ടുള്ള കാര്യത്തിൽ ബുദ്ധമതത്തിൻ്റെ സദാചാര നിഷ്ഠയെ കുമാരനാശൻ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ജനങ്ങളുടെ മേൽ ലൗകികമായിട്ടുള്ള അധികാരം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് കുമാരനാശാൻ വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് കുമാരനാശാൻ മതപരിവർത്തന രസവാദം എന്ന പേരിലുള്ള അതിപ്രശസ്തമായ, അദ്ദേഹത്തിന് പിന്നീട് അറിയപ്പെട്ട അതിപ്രശസ്തമായ ഒരു കത്ത് രംഗത്ത് വരുന്നത്. അത് വരുന്നതിൻ്റെ കാരണമാണ് പിന്നെ മിതവാദി കൃഷ്ണനും കുമാരനാശാനും തമ്മിലുണ്ടായ ഒരു തർക്കം. അദ്ദേഹം SNDP യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് 1923 വാർഷിക യോഗത്തിൽ മതപരിവർത്തനത്തെ എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു. മിതവാദി കൃഷ്ണൻ ഇതുപോലെ തന്നെ വലിയ ആ കാലഘട്ടത്തിൻ്റെ ഒരു നവോത്ഥാന കേരളത്തിൻ്റെ വലിയ ഒരു ആദർശ പുരുഷനായിരുന്നു മിതവാദി ശ്രീകൃഷ്ണൻ. അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പോകുന്നതിനെ അനുകൂലിച്ച് ആശാനെ എതിർത്തുകൊണ്ട് വലിയ ലേഖനം പ്രസിദ്ധീകരിച്ചു. ആ ലേഖനത്തിൽ മറുപടിയായി എഴുതിയ ഈ മതപരിവർത്തന രസവാദം അദ്ദേഹം മിതവാദിയിലേക്ക് അയച്ചു കൊടുത്തെങ്കിലും മിതവാദി അത് പ്രസിദ്ധീകരിച്ചില്ല. പിന്നീട് കുമാരനാശാൻ തന്നെ തൻ്റെ പ്രസിദ്ധീകരണത്തിൽ പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. മതപരിവർത്തന രസവാദം എന്ന് പറയുന്നത് കുമാരനാശാനെ കുറിച്ച് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കേൾക്കും. എന്താ ഈ രസവാദം? രസവാദം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. നമുക്ക് പറയാവുന്ന 2 അർത്ഥമുണ്ട് രസവാദം എന്ന് പറയും. ഒന്ന് സല്ലാപം, നർമ്മസല്ലാപം എന്ന രീതിയിൽ ഇതിന്, എനിക്ക് അതല്ല ഇതിനർത്ഥം. മതപരിവർത്തനത്തെക്കുറിച്ചുള്ള നർമ്മസല്ലാപമല്ലത്. രസവാദം എന്ന് പറയുന്നത് ഈ കാര്യരമ്പിനെ സ്വർണ്ണമാക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ്. സ്വർണ്ണമാക്കാൻ വേണ്ടി നടത്തിയ ചില പല പരീക്ഷണങ്ങൾ പല നാടുകളും നടന്നിരുന്നല്ലോ. അതുപോലെ ഇതിനെ മാറ്റി സ്വർണ്ണമാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു പരിശ്രമത്തിലാണ് ഈ രസവാദം എന്ന് പറയാം. അത് ഈ പ്രസംഗത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കുമാരനാശാൻ അതിനും പറയുന്നുണ്ട്, ഇത്ര കാലം പ്രവർത്തിച്ചിട്ടും ആ കാര്യരമ്പുകളൊന്നും തന്നെ തങ്കക്കഷ്ണങ്ങളായില്ല എന്ന് പറയുന്നത് ആരെക്കുറിച്ചാണ് ഉദ്ദേശിച്ചത്? ക്രിസ്ത്യൻ മതത്തിലേക്ക് മാറിയ ഈഴവരെ കുറിച്ച്.
കാരണം ക്രിസ്ത്യാനി മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്തു വരുന്ന പറയാൻ തന്നെ ഇഴവൻ ഇഴവൻ തന്നെ. ഒരു പ്രയോജനവും ഈ മതപരിവർത്തനം കൊണ്ടുണ്ടാവുന്നില്ല. ആകെയുള്ളത് സവർണർ വരുന്ന സമയത്ത് റോഡിൽ നിന്ന് വഴിമാറി കൊടുക്കണ്ട. ഇഴവനാണെങ്കിലോ പറയാനാണെങ്കിലോ താഴെ ആളുകളാണെങ്കിലും വഴിമാറി കൊടുക്കണം. പക്ഷേ ജാതി മാറിക്കഴിഞ്ഞാൽ വഴിമാറി കൊടുക്കണ്ട എന്നുള്ളത് ഒഴിച്ചൊരു പ്രയോജനം. ആ സമുദായത്തിൽ അയാൾ താഴെ തന്നെ കിടക്കുകയാണ്. ഏത് തരത്തിലാണോ ഹിന്ദു ധർമ്മത്തിൽ ഇയാൾ താഴെ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ മതത്തിൽ ചെന്ന് പെട്ടാൽ. ഇത് കുമാരനാശൻ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി.